ആദരപൂർവ്വം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. உங்கள் அனைவருக்கும் வாழ்த்துக்கையும் சலாவாத்திக்கும் തെരുവത്തി കോൽക്കരീം. നിങ്ങൾ അനേവരും മുസ്ലിം ലീഗിൽ പടുവത്ത് സന്തോഷമായിരിക്കണം. ഈ തമിഴകത്ത് മണ്ണിൽ വരുമ്പോൾ രണ്ട് വാക്കെങ്കിലും തമിഴിൽ സംസാരിക്കണമെന്ന് കരുതിയാണ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കായൽ മാബൂബ് സാറ് എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞു തന്നു. അതാണ് ഞാൻ ഇവിടെ ഉച്ചരിച്ചത്. നമുക്കറിയാം, ഞങ്ങളെല്ലാം വളരെ ആവേശത്തോടു കൂടിയും പ്രതീക്ഷയോടു കൂടിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ സമ്മേളനത്തെ ഉറ്റുനോക്കിയിരിക്കുന്നത്. എനിക്കറിയാം, ഒരു മാസം മുമ്പ് പ്രിയങ്കരനായ മജീദ് സാഹിബ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾ ആ കൺവെൻഷനിൽ ആദ്യം വന്ന സമയത്ത് നീലഗിരിയിൽ ഒരു സമ്മേളനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ആ സമ്മേളനം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ് ഈ ഗൂഡല്ലൂരിലെ ഈ പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നേരത്തെ ഇവിടെ നടത്തിയ എല്ലാ പ്രഭാഷണങ്ങളിൽ നിന്നും കൃത്യമായുള്ള രാഷ്ട്രീയം ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ തമിഴകത്തിന്റെ മണ്ണ്, ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണിനപ്പുറത്തേക്ക് നേരത്തെ ബഷീർ സാഹിബോട് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകിയ മണ്ണാണ് ഈ തമിഴകത്തിന്റെ മണ്ണ്. ആ മണ്ണിൽ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സംസ്ഥാനമായി ഇന്ന് തമിഴ്നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ആര് രാഹുൽ ഗാന്ധിക്കൊപ്പം നേതൃത്വം കൊടുക്കുമെന്ന് ചോദിച്ചിരുന്ന സമയത്ത് ഞാനുണ്ട്, നിന്റെ സഹോദരനെ പോലെ ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നേതൃത്വം കൊടുക്കുന്ന ഈ തമിഴ്നാടിന്റെ DMK എന്ന് പറയുന്ന സർക്കാരിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിമയുണ്ട്. ഇത് ഗാന്ധി മൈതാനത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ പ്രതിമ, ആ മനുഷ്യൻ ആരായിരുന്നു? ഈ രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിനെതിരെ നിരന്തരം സമരം ചെയ്ത് പോരാട്ടം ചെയ്ത് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തൊരു മനുഷ്യനായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരമായി പോരാട്ടം നടത്തിയിട്ടുള്ള ആ മനുഷ്യന്റെ പ്രതിമയെ ചേർത്ത് നിർത്തിയാണ് ഈ സമ്മേളനം നമ്മൾ നടത്തുന്നത്. ആ മനുഷ്യൻ ഈ രാജ്യത്തെ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകനെ രാജ്യസ്നേഹിയായി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവിടെയാണ് ഈ രാജ്യത്തെ സംഘപരിവാരികൾക്ക് എഴുതി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിനകത്ത് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസം കാവ്യവൽക്കാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കോടി ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് ഇന്ത്യയുടെ മതേതരത്വമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിന്റെ പിൻഗാമികളായിട്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇവിടെ നിൽക്കുന്നത് എന്ന് അഭിമാനം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് വരുമ്പോഴും ഈ തമിഴകത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ഉറപ്പിച്ച് പറയാം, ഈ ഗാന്ധിയുടെ ആശയം ഈ രാജ്യത്ത് എങ്ങനെയായിരുന്നോ ഈ 75 വർഷക്കാലം ഇന്ത്യ രാജ്യത്ത് അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി നമ്മൾ നിലനിന്നത്, ആ അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഈ പ്രകടനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നീലഗിരിയിലെ ഈ ഗൂഡല്ലൂർ പ്രദേശത്ത് നമ്മളെല്ലാം നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ഹാരിസ് പീരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ പ്രതിനിധികൾ ഡൽഹിയിലുള്ള സമയത്ത് ഞാനും സാക്ഷിയായിരുന്നു. നിങ്ങളുടെ ഓരോ വിഷയങ്ങളും കൃത്യമായി ഇവിടുത്തെ മുസ്ലിം ലീഗും ഇവിടുത്തെ യൂത്ത് ലീഗും അത് ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായി അത് അവതരിപ്പിക്കുകയും ആ വിഷയത്തിന് കൃത്യമായി ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഈ നേരത്തെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കുന്നു, ഈ പരിപാടി ഒരു സമ്മേളനം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല, ഇത് തുടർന്നു പോകേണ്ട ഒരു പ്രക്രിയയാണ്. ഇനി വരാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയും സംഘപരിവാരികൾക്കും ഈ സംസ്ഥാനത്ത് ഒരിടമില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് മുസ്ലിം ലീഗ്.